ഹായ് ഹലോ ഇറ്റ്സ് മീ പ്രീതി. അപ്പോൾ നമ്മൾ ഇന്ന് സൺഡേ ആയിട്ട് നമുക്ക് വളരെ അടുത്തുള്ള കുലശേഖരത്തിന് വളരെ അടുത്തുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഇതുവരെ പോയിട്ടില്ല, സോ പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന്. അങ്ങനെ ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിലെത്തി. അങ്ങോട്ട് മരമൊക്കെയാണെന്ന് തോന്നുന്നു. നമുക്ക് കയറി വരുമ്പോൾ തന്നെ നമ്മളിത് ടിക്കറ്റ് എടുക്കുക. 12 രൂപയാണ് വരുന്നത്. 2 പേർക്ക് 12 രൂപ, അവർക്ക് അപ്പോൾ 6 രൂപയായിരിക്കും. അതുപോലെ കയറി വരുന്ന എൻട്രൻസിൽ തന്നെ വാഷ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇതിപ്പോൾ ഞങ്ങൾ രാവിലെ ഒരു 8 മണിക്ക് വന്നതുകൊണ്ടാണ് ഈ ഒരു ഇതിൽ നിൽക്കുന്നത്. എന്നിട്ട് പോലും ആൾക്കാരൊക്കെ അകത്തുണ്ട്. സോ 8 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഇത് ഒരു അക്കുഡേറ്റ് ആണെങ്കിൽ പോലും നല്ല തിരക്കാണെന്നാണ് പറയുന്നത്. എല്ലാവരും പറയുന്നത് ഭയങ്കര തിരക്കാണ്. പക്ഷെ ഞങ്ങൾ പ്ലാൻ 6 മണിക്കായിരുന്നെങ്കിലും ചീറ്റിപ്പോയി, അത് 8 മണിയായി. യെസ് ഗൈസ്, പുതിയ ഒരാൾ വന്നു. ഇതാണ് മനുലക്ഷ്മി മാം. മാം താഴോട്ട് വഴിയുണ്ട്. അതെന്തിനുള്ള വഴിയാ? ഈ വഴിയല്ലേ? ഇതാണ് മാത്തൂർ തൊട്ടിപ്പാലം. ഓ, ഇവിടെ വെള്ളം ഫ്ലോയിങ് വാട്ടറാണ്. അയ്യോ, മുന്നോട്ട് പോകുമ്പോൾ ഒരു ടപ്പ് ടപ്പ് ടപ്പ്. അയ്യോ, കുരങ്ങനൊക്കെ ഉണ്ടല്ലോ, പിടിച്ചങ്ങനെ തള്ളുവോ? മനു മാം ബിസിയായി. ഇപ്പം ഞാൻ എടുത്ത് എറിയും ഞാനത്. നമുക്കറിയാം, ദേ അടുത്ത് തന്നെ നല്ലതുപോലെ വെള്ളം. ചൂടായതുകൊണ്ട് കുറവായതായിരിക്കും, പക്ഷെ കൊള്ളാം, നല്ല വ്യൂ ആണ്. ഓ മനു, നമുക്കിവിടെ അവിടെ കൂടെ ഇറങ്ങിയിട്ട് പോകാമേ? അതെ 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 ഗൈസ്, വന്ന സമയം കുറച്ചധികം വെയിലായിപ്പോയി. ഒരുപാട് അഭ്യാസങ്ങളൊന്നും കാണിച്ച് ഞാൻ ഇവിടെ തലയും കുത്തി താഴെ വീഴാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ പകുതി വരെ എത്തിയിട്ടുള്ളൂ. പകുതി മുതൽ കാൽഭാഗം എത്തിയിട്ടുള്ളെങ്കിൽ പോലും പോർത്താണ് നമ്മളിവിടെ വരുന്നതിൽ. പോർത്താണ് കൊള്ളാം. നമുക്കൊരു പെട്ടെന്നൊരു ചെറിയൊരു റിലീഫിന് വരുന്നത്. പക്ഷെ വെളുപ്പാങ്കാലത്തെ ആണെങ്കിൽ മഞ്ഞും കാര്യങ്ങളോട് വൈബ് അടിപൊളിയായിരുന്നു. 1966 നിർമ്മിച്ച ഏറ്റവും ഉയരം കൂടിയതും നീളവുമുള്ളതുമായ തൂക്കുപാലങ്ങളിൽ ഒന്നാണ്. വരൾച്ച ദുരിതാശ്വാസ നിധിയായും കാർഷിക വികസനത്തിനായും തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി കെ കാമരാജിന്റെ കാലത്ത് നിർമ്മിച്ചതാണ് ഈ കനാൽ. പർവ്വതത്തിന്റെ ഒരു വശത്തു നിന്ന് മറ്റേ വശത്തേക്ക് വെള്ളമെത്തിക്കുന്ന വിനോദസഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമാണ് ഇത്. മാത്തൂർ തൂക്കുപാലം ഇന്ന് കന്യാകുമാരി ജില്ലയിലെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ്. നൂറുകണക്കിന് ആളുകൾ ഇത് സന്ദർശിക്കുവാൻ ദിവസവും എത്തുന്നു. ഭരണകൂടം വിനോദസഞ്ചാരികൾക്കായി ഒരു ഗോവണി, കുട്ടികൾക്ക് പാർക്ക്, കുളിക്കുവാനുള്ള സൗകര്യങ്ങൾ എന്നിവയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഒരാൾക്ക് 6 രൂപ നിരക്കിലാണ് ടിക്കറ്റ് വിതരണം ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ കുടേറ്റിൻ്റെ അടുത്ത എൻഡിലോട്ട് എത്തിക്കഴിഞ്ഞു. വരുന്നവർ കുറച്ചും കൂടി നല്ല നേരത്തെ വരിക, ഗ്രൂപ്പായിട്ട് വരിക. നല്ലത് നേരത്തെ വന്നു കഴിഞ്ഞാൽ അയ്യോ വഴിയിലൊരു കുരങ്ങൻ. ഷോ മൈ ഗോഡ്, ഈ ക്രീപ്പി കുരങ്ങനെ കൊണ്ട് എന്ത് ചെയ്യും ഈശ്വര. ഓക്കെ ഗൈസ്, അപ്പോൾ നേരത്തെ വരിക. നമ്മളിത് അടുത്ത പോയിന്റിലോട്ട് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി അവിടെ നിന്ന് താഴോട്ട് തണലും കാര്യങ്ങളൊക്കെയാണ് അടുത്ത വഴി ഇവിടെയുണ്ട്. സോ വരുന്നവർ നേരത്തെ വരിക, കാലത്തെ വരിക, അല്ലെങ്കിൽ ഈവനിങ് ഒരു 4-5 ഒക്കെ ആകുമ്പോഴത്തേക്ക് വരാൻ നോക്കുക. അല്ലെങ്കിൽ ഇതേപോലെ ഒരു തുണിയും കൊണ്ട് വരിക തലയിലിടാൻ. വഴി മുടക്കി നിൽക്കുകയാണല്ലോ, ഒന്ന് പറയാൻ നോക്കാം ഇച്ചിരി മാറാൻ. ഓ, ഫുള്ള് കുരങ്ങന്മാരാണ്. കുറേ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈശ്വര, പെട്ടല്ലോ. നല്ല കാര്യം. യെസ്, ഗുഡ്. കുരകൊക്കെ ഉണ്ട്. അടുത്തൊരു കുരങ്ങ്. ഓ, ഐ തിങ്ക് സോ പ്രഗ്നൻറ്റ് കുരങ്ങാണോ? ഓക്കെ ബൈ.
അവരത് നമ്മൾ വെറുതെ ശല്യം ചെയ്യാൻ പോകരുത്. ഇത് ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേക്കും ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇവിടെ നമ്മളത് ഈ സ്റ്റെപ്പ് ഇറങ്ങിയാണ് അങ്ങോട്ട് പോകുന്നത്. നമ്മുടെ മനുമേം അവിടെ നിന്ന് വരുന്നുണ്ട്. ഇതേ ഒരുപാട് കൊച്ചു കൊച്ചു കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വെള്ളം, മിഠായി എല്ലാം ഉണ്ട്. അതേ നമ്മൾ ഈ അക്കുഡേറ്റിൽ നിന്നാണ് അതുവഴി ഇവിടെ വന്നു. ഇവിടെ നമുക്ക് നല്ല ഫോട്ടോ എടുക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല സ്പോട്ടും ഒക്കെ ഉണ്ട്. സോ അതിനുശേഷം ദേ ഈ അക്കുഡേറ്റ് വഴി നമ്മൾ താഴേക്ക് പോകുന്നത് അന്ന് കാണിച്ച്. മണിക്കൂറുകൾ നീണ്ടു നിന്ന് നമ്മുടെ ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞങ്ങളത് ഇറങ്ങി പോവാണ്. ഇതാണ് താഴേക്ക് പോകുന്ന ഒരു വഴി എന്ന് പറയുന്നത്. ഇനി ഇത്രേ ഉള്ളൂ സംഭവം. നമുക്ക് പാലം, അതുപോലെ കുറച്ച് ഫോട്ടോ എടുക്കാം. പിന്നെ ഇതിൻ്റെ തൊട്ട് താഴെ തന്നെ കുട്ടികൾക്കായിട്ടുള്ള പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമ്മൾ നേരെ ഈ വെള്ളത്തിൻ്റെ അടുത്തോട്ടാണ് വരുന്നത് കേട്ടോ. ഇവിടെ അതുപോലെ തന്നെ ഒരു പാർക്കുണ്ട് കുട്ടികൾക്കായിട്ടുള്ള. നമുക്കിനി അപ്പുറത്ത് ആ ഒരു സ്പേസിൽ നമ്മൾ ആദ്യമേ കണ്ട ആ ഒരു വെള്ളത്തിലൂടെ ഒന്ന് ഇറങ്ങിയിട്ട് പോകാമെന്ന് തോന്നുന്നുണ്ട്. ഇറങ്ങാൻ പറ്റുമെങ്കിൽ നമുക്കൊന്ന് ഇറങ്ങി കാലം നനച്ചിട്ട് നമുക്ക് നേരെ പോകാം. അതുകൊണ്ട് തളർന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് ആക്ച്വലി ഇത് പബ്ലിക് പാർക്കാണ്. നല്ല എന്താ ഓക്കെ ഇരിക്കാനുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പീസ്ഫുള്ളി കുറച്ച് നേരം സമയം സ്പെൻഡ് ചെയ്ത് കുട്ടികൾക്ക് കളിക്കാനും ടൈമുണ്ട്, മുതിർന്നവർക്ക് ഇരിക്കാനും ടൈമുണ്ട്. ആവശ്യമുള്ളവർ ഇവിടെ ഇരുന്ന് കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് പോകാം. നമ്മൾ പെട്ടു ഗായ്സ്. നമ്മൾ ഓ മൈ ഗോഡ്, മേളെ ആൾക്കാർ വന്നു നോക്കിയേ. നമ്മൾ കറക്റ്റ് സമയത്ത് തന്നെ ഇറങ്ങി നോക്കി. അവിടെ നിറയെ ആൾക്കാരൊക്കെ വരാൻ തുടങ്ങി. അതിലും വലിയ ട്രാപ്പ് നോക്കി നമ്മൾ ഈ പടി കയറി. ഇനി ആ മേലെ എത്താൻ പറ്റുള്ളൂ. ഈ പടി മൊത്തം ഇനി കയറണം. ഈശ്വര, അങ്ങനെ കൈ മൊത്തം മുളവായി. 6 രൂപയ്ക്ക് വളരെ ഓർത്തായിട്ട് നമുക്ക് പോയി തിരിച്ചിറങ്ങി. ഇപ്പോൾ സമയം 10 മണിയായി. 8 മണിക്ക് കയറി 10 മണിക്ക് നമുക്ക് വളരെ എൻജോയ് ചെയ്ത് പീസ്ഫുള്ളായിട്ട് കാമായിട്ടൊക്കെ കയറി കണ്ട് ഇറങ്ങി വരാം. കുറച്ച് വെയിലുണ്ടായിരുന്നു, അതർവൈസ് വെരി നൈസ് ആയിരുന്നു. നമ്മൾ കയറിയപ്പം ഒരു മനുഷ്യൻ പോലും ഇല്ലായിരുന്ന സ്ഥലമാണ്. ഇപ്പം നോക്കി നിറച്ച് ആളായി, പറഞ്ഞതുപോലെ തന്നെ നിറയെ ആളായി. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ഇറങ്ങാണ്. നിറയെ ആളുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ആക്ച്വലി ഞാൻ ഇത്ര എക്സ്പെക്റ്റ് ചെയ്ത പോലും ഇല്ല ഇത്ര ആൾക്കാരൊക്കെ വരുന്നു. സോ നമ്മൾ കുറേ സാധനങ്ങൾ തിന്നാനൊക്കെ കിട്ടും പൈസ കൊടുത്താൽ. അപ്പോൾ എല്ലാം കഴിഞ്ഞു, കണ്ടു കേട്ടു. നമ്മളതേ ഇറങ്ങാണ്. അവർക്ക് ഇവിടെ എപ്പോഴും പോലീസൊക്കെ അവൈലബിൾ ആണ്. എന്നുണ്ടെങ്കിലും നമുക്ക് ഷെയർ ചെയ്യാം. സോ വാഷ്റൂം കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ഉണ്ട്. സോ ജസ്റ്റ് ഒന്ന് എൻജോയ് ചെയ്യാനോ അല്ലെങ്കിൽ ഒന്ന് റിലീഫിന് വേണ്ടിയിട്ട് വരാനായിട്ട് പറ്റൊരു ഒരുപാട് കാണാനായിട്ടൊന്നുമില്ല. പാലം, വെള്ളം, കുറച്ച് നടക്കാൻ, കുറച്ച് കാട്, അതൊക്കെ തന്നെ. പക്ഷെ അതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വന്ന് കണ്ട് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്പേസ് തന്നെയാണ് കേട്ടോ. സോ താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ് പ്രീതി. ബൈ ബൈ.